ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് സംഭവം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചില ന്യൂ ഫീച്ചേഴ്സ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവാണേ. ഇത് കുറേ നാളെ ഈ ഫീച്ചേഴ്സൊക്കെ ഇറങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴും ചിലർക്കൊന്നും ഇത് എങ്ങനെ യൂസ് ചെയ്യണേ, ഇത് എവിടെ നിന്നാണ് കിട്ടാമെന്നൊന്നും അറിയില്ല. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ മെസ്സേജസിൽ പോയിട്ട് നമുക്കിഷ്ടമുള്ള ഒരാൾക്ക് ഏതെങ്കിലും ഇമോജി സെൻഡ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലിങ്ങനെ കളിക്കാൻ പറ്റും കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് ഇതിൽ 10 സ്കോറും എനിക്ക് 15 സ്കോറുമാണ് ഉള്ളത്. അപ്പോൾ ഞാനാണ് ജയിച്ചിരിക്കണേ ഇതുവരെ. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ നേരെയാണ് ക്രൗൺ ഉള്ളത്. അപ്പോൾ ചേച്ചി ഇന്ന് ഒരു 20 ആക്കുവാണ് ചേച്ചിക്ക് ക്രൗൺ കിട്ടുക. അങ്ങനെ നമ്മൾ കളിച്ച് കൂട്ടുക. ഇതിപ്പോൾ 5 ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതിന് സ്പീഡ് കൂടും, 10 കഴിയുമ്പോൾ സ്പീഡ് കൂടും. അങ്ങനെ തന്നെയാണ് എല്ലാത്തിനും സ്പീഡൊക്കെ കൂടും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കളിക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഗെയിമാണ്. ഞാൻ ഇതുവരെ 15 ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഫോണിൽ ഞാൻ 19 ആക്കിയായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ 15 ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിപ്പോൾ ഇതിൻ്റെ 18 ആക്കിയിട്ടുണ്ട്. എന്തോ കളിച്ചപ്പോൾ അത് 18 വന്നു. അങ്ങനെ ഞാൻ അത് 18 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫ്യൂച്ചർ നോക്കാം കേട്ടോ. അടുത്ത ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. പിന്നെ ഇതും ഇൻട്രസ്റ്റിംഗ് കേട്ടോ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസിൽ പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രോ ന്യൂ ആണ് അത്. അതുകൊണ്ട് ഡ്രോ കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചിട്ട് നമുക്ക് അതിൽ ഡ്രോ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ. എന്നിട്ട് നമുക്ക് എന്ത് വേണോ ഡ്രോ ചെയ്തതിന് ശേഷം നമുക്കതിൽ സെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേപ്പർ പ്ലെയിൻ്റെ ഒരു ഇമോജി കാണുമല്ലോ എപ്പോഴും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് സെൻഡ് ആയിക്കോളും. അതിന് ശേഷം നമുക്കിപ്പോൾ അത് അവർക്ക് അയക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനൊന്ന് നല്ല ഹാർഡ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് അൺസെൻഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അൺസെൻഡ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. ഇനി അടുത്തെന്തോടെന്ന് പറഞ്ഞോളൂ.